Welcome you all to Kerala School Tuition YouTube channel. So today we are going to discuss SSLC Social Science book number 1, chapter 4, British Exploitation and Resistance. So ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ എക്സ്പ്ലോയിറ്റേഷനും അതിന് ഡിഫറെൻ്റ് ഏരിയാസിൽ നിന്ന് ഡിഫറെൻ്റ് രീതിയിലുള്ള എന്തെല്ലാം റെസിസ്റ്റൻസ് ആണ് എഗെയിൻസ്റ്റ് ദ കൊളോണിയലിസം ഇന്ത്യയിൽ ഹാപ്പൻ ചെയ്തത്. അങ്ങനൊരു ചെറിയ ചാപ്റ്ററാണ് ഇവിടെ. സോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദാറ്റ് എ ഡേ ഇൻ ജാനുവരി 1907 ടൈം നമുക്കറിയാം. ബംഗാൾ പാർട്ടീഷനെതിരായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്ന സമയമാണ് 1907 എന്ന് പറയുന്നത്. It was on that day the wedding of Gangul's daughter was solemnized. Gangul was a farmer from a village near Calcutta. A lot of guests gathered in the marriage. They all were received by offering sweets, but the sweets were without sugar. Instead, it contained jaggery. Jaggery എന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര. When someone asked about it, Gangul responded with pride, "The British are responsible for all our miseries. Hadn't we decided to boycott their products? So I preferred Indian jaggery to British sugar." സോ ആ സമയത്ത് ഷുഗർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പരിപാടിയായിരുന്നു. നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ശർക്കരയായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മളുടെ പാനീയങ്ങളിലായാലും പായസത്തിലായാലും എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ശർക്കരയെന്നായിരുന്നു. ജാഗറി ശർക്കര എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഷുഗർ കെയിനിൽ നിന്ന് ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ജാഗറി എന്ന് പറയുന്നത്. സോ അതിനുശേഷം ആഫ്റ്റർ പ്രോസസ്സിങ് എല്ലാമാണ് നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന ഈ വൈറ്റ് കളറായിട്ടുള്ള നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഈ ഐറ്റം കിട്ടുന്നത്. സോ ഇവിടെ ഈ ഗാഗുൽ എന്ന് പറയുന്ന ആൾ ബോയ്ക്കോട്ടിൻ്റെ ഭാഗമായിട്ട്, അതായത് ഞാൻ പറഞ്ഞു ആൾറെഡി ബംഗാൾ പാർട്ടീഷൻ്റെ എതിരായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്താണ്. സോ അന്നേരം ബോയ്ക്കോട്ട് എന്ന് പറയുന്ന വളരെ വലിയൊരു മൂവ്മെൻറ്റ്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്ട്സ് എല്ലാം ഉപേക്ഷിക്കുന്ന, വോണ്ട് യൂസ് ദെയർ പ്രൊഡക്റ്റ്. സോ അങ്ങനൊരു പരിപാടി നടക്കുവാണ്. അതുകൊണ്ടാണ് ഈ ഫാമർ അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിനും ഷുഗർ ഉപയോഗിക്കാതെ ജാഗറി ഉപയോഗിച്ചത്. What would be the reason for the people to boycott the British products? In what ways did the British rule affect the Indians? How did they respond to the British rule? Let's examine them. So ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ അപ്കമിങ് പാരഗ്രാഫ്സിൽ കാണാൻ പോകുന്നത്. In the previous classes we have discussed the establishment of a British rule by subjugating princely states. So second chapterലൊക്കെ നമ്മൾ കണ്ടില്ലേ, establishment of the British rule by subjugating princely states. The British conquered the princely states using military force, diplomatic strategies. So അവർ മിലിറ്ററി ഫോഴ്സ് യൂസ് ചെയ്തും ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മളുടെ ദേശീയമായിട്ടുള്ള ലോക്കലായിട്ടുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സിനെ എല്ലാം ബ്രിട്ടീഷുകാരുടെ പരിധിയിൽ കൊണ്ടുവന്നത്. It was during the span of the 100 years between the Battle of Plassey 1757, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടായിരുന്നു ബംഗാളിൽ. അത് കഴിഞ്ഞ് ഏകദേശം 100 വർഷം എടുത്തു. ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. സോ 1857 നമ്മളുടെ മിലിറ്ററി മ്യൂട്ടിനി എന്ന് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു 100 ഇയേഴ്സ് ഗ്യാപ്പിലാണ് ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം ഇത്രയും ഒരു പീക്കിൽ ഇവിടെ പോകുന്നത്. That a major part of India came under the British rule. So Battle of Plassey മുതൽ 1857 ഫസ്റ്റ് വാർ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള മിക്ക ഭാഗങ്ങളും ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. ഈ ഒരു ചെറിയ ടൈമല്ല, ഈ ഒരു 100 വർഷം കൊണ്ട്. അറൗണ്ട് 63% ഓഫ് ദി റീജിയൻ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാഡ് കം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ്. ഓക്കെ, സോ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ 63% ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു ഈ സമയമാണ്. The rest of the region were ruled by the native kings who had been subjugated to the British. മറ്റുള്ളതും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിന് ഔട്ട്സൈഡ് ഒന്നും അല്ലായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രിവാൻഡ്രം കിങ്ഡം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം കൊച്ചി കിങ്ഡം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് അവർ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ്, അതായത് ബ്രിട്ടീഷുകാർക്ക് ഒരു പാരമൗൺസി കൊടുത്താണ് അവരിവിടെ റൂൾ ചെയ്തത്. ഓക്കെ, സോ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അറൗണ്ട് 63% ഇവരുടെ അണ്ടറിൽ വന്നു. അത് ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റീജിയനാണ് ഈ പറയുന്നത്. ഓക്കെ, സോ റീജിയൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ 1857. സോ ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് റൂൾ ചെയ്തിരുന്നത് മദ്രാസ് പ്രസിഡൻസി. സോ കേരളത്തിൻ്റെ പകുതി നിങ്ങൾ കാണുന്നുണ്ടോ? സോ കേരളത്തിൻ്റെ പകുതി റെഡ് കളറാണ്. ആക്ച്വലി ഇത് പ്രിൻസിലി സ്റ്റേറ്റ് ആണ്. കാര്യം മാർത്താണ്ഡവർമ്മ അല്ല, ട്രിവാൻഡ്രം കിങ്ഡംസ് ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂർ കിങ്ഡം ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇത്രയും ഭാഗം
കിങ്സിൻ്റെ അണ്ടറിലായിരുന്നു. സോ നോർത്തേൺ പോർഷൻസ് മദ്രാസ് പ്രസിഡൻസിയുടെ അണ്ടറിലായിരുന്നു, ഓർ ഡയറക്ട്ലി ബ്രിട്ടീഷിൻ്റെ റൂളിങ്ങിലായിരുന്നു. സോ ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു രീതി 1857. വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ഇന്ത്യ? ഫാമേഴ്സ് വെയർ വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്ടിം എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ റൂള് കാരണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ളത് ആക്ച്വലി ഫാമേഴ്സ് ആയിരുന്നു. ഫാമേഴ്സ് വെയർ വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ഇറ്റ് വാസ് ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് that destroyed the backbone of the farmers. So new land revenue system British introduce ചെയ്തു. അത് ഫാമേഴ്സിനെ വളരെ ബാഡായിട്ട് ആക്ച്വലി അവരെ അഫക്റ്റ് ചെയ്തിരുന്നു. ദ എയിം ഓഫ് ദെയർ ടാക്സ് പോളിസി വാസ് ടു മാക്സിമൈസ് ദ ഇൻകം. സോ ഗവൺമെൻറ്റിന് ഒരൊറ്റ ഇൻട്രസ്റ്റേ ഉള്ളൂ, അവരുടെ ഇൻകം, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എങ്ങനെ ആയാലും അത് കൂട്ടണം. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ഇൻ വേരിയസ് റീജിയൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡിഫറെൻറ്റ്. സോ ഇന്ത്യയുടെ പല റീജിയനിൽ പല രീതിയിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സോ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ടത്, സോ ശ്രദ്ധിക്കണം. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഓർ നമ്മുടെ സമീന്ദാരി സിസ്റ്റം ഉണ്ടല്ലോ, അത് ഇതിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്. സോ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ബംഗാൾ ഭാഗത്തുള്ള ബീഹാർ, ഒറീസ റീജിയനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. സോ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റയത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. റയത് വാരി സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ റീജിയൻ, മെയിൻലി മദ്രാസ് പ്രസിഡൻസി റീജിയനിലാണ് റയത് വാരി സിസ്റ്റം വരുന്നത്. മഹൽവാരി സിസ്റ്റം വരുന്നത് നോർത്ത് ഇന്ത്യ, നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് മഹൽവാരി സിസ്റ്റം വരുന്നത്. സോ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ 3 തരത്തിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള 3 ടൈപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഒന്ന് പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ്, പെർമനൻറ്റ് റവന്യൂ. സെക്കൻഡ് വൺ റയത് വാരി സിസ്റ്റം. തേർഡ് വൺ മഹൽവാരി സിസ്റ്റം. സോ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പെർമനൻറ്റിൽ ഗവൺമെൻറ് ഒരു ഫിക്സഡ് എമൗണ്ട് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ 1 ഏക്കർ ലാൻഡിന് ഗവൺമെൻറ് പറയാം 50 രൂപ. ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി ഒരു സമീന്ദാറിന് കൊടുക്കും. സമീന്ദാർ 50 രൂപ ഗവൺമെൻറ്റിന് പേ ചെയ്യണം. സമീന്ദാറിൻ്റെ ഇഷ്ടമാണ് ഇവിടുന്ന് എത്ര രൂപ കളക്ട് ചെയ്യണമെന്നുള്ളത്. സമീന്ദാർ ചിലപ്പോൾ 100 രൂപ കളക്ട് ചെയ്യും, അതിൽ 50 രൂപ ഗവൺമെൻറ്റിന് കൊടുക്കും, 50 രൂപ പുള്ളി വെച്ചേക്കും. ഓക്കെ, ചിലപ്പം പുള്ളി 150 രൂപ കളക്ട് ചെയ്യും. ഡിപ്പെൻസ് അപ്പോൺ ആ ഏരിയയുടെ ഫെർട്ടിലിറ്റിയൊക്കെ അനുസരിച്ചാണിത്. സോ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. റയ്യത്ത് വാരിയിൽ, റയ്യത്ത് എന്ന് വെച്ചാൽ ആക്ച്വലി ഫാർമറാണ് റയ്യത്ത് എന്ന് പറയുന്നത്. ഫാമേഴ്സ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് പൈസ പേ ചെയ്യുന്ന സിസ്റ്റമാണ്, ടാക്സ് പേ ചെയ്യുന്ന സിസ്റ്റമാണ് റയ്യത്ത് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത് മഹൽ എന്ന് വെച്ചാൽ ആക്ച്വലി അവരുടെ ഗ്രാമങ്ങളുടെ ഒരു കൂട്ടം. ഓക്കെ, സോ വില്ലേജസിൻ്റെ ഒരു യൂണിയനാണ് ആക്ച്വലി മഹൽ എന്ന് പറയുന്നത്. മഹൽവാരി സിസ്റ്റത്തിനകത്ത് ഒന്നിലധികം വില്ലേജസ് ചേർന്ന് ഒരു സെൻറ്റർ കാണും. ആ സെൻറ്റർ അവരുടെ നിന്നെല്ലാം ടാക്സ് കളക്ട് ചെയ്യും. ഈ മഹലായിരിക്കും ഗവൺമെൻറ്റിന് ടാക്സ് പേ ചെയ്യുന്നത്. സോ പെർമനൻറ്റിൽ സമീന്ദാർ എന്ന് പറയുന്ന ഒരു മിഡിൽ മാൻ ഉണ്ട്. മഹൽവാരി സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് കൈൻഡ് നമ്മുടെ പഞ്ചായത്ത് സിസ്റ്റം പോലാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസിൻ്റെ ഒരു ടീമുണ്ട് അതിൻ്റെ മിഡിലിൽ. റയ്യത്ത് വാരിയിൽ ഫാമേഴ്സ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യണം. ഓക്കെ, features of the permanent land revenue settlement. So features is given here. So it is very important for your exam. They will ask you what are the features of the permanent land revenue settlement. In the permanent land revenue settlement, the tax was collected by zamindars. Zamindar was the owner of the entire land where he had the jurisdiction to collect the tax. So ഓണർ എന്ന് പറയുന്നത് സമീന്ദാരായിട്ടാണ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സമീന്ദാർ നമ്മളിവിടെ കണ്ടു, ഇപ്പോൾ സമീന്ദാർ ആണ് ഈ ലാൻഡിൻ്റെ ഓണർ. സമീന്ദാറിന് പ്രോപ്പറായിട്ട് ടാക്സ് കൊടുക്കാൻ ഈ ഫാർമറിന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഫാർമറിനെ പുറത്താക്കിയിട്ട് വേറെ ആർക്കെങ്കിലും സമീന്ദാർ കൊടുക്കും ഈ പ്രോപ്പർട്ടി. അവർ ഈ ടാക്സ് സമീന്ദാറിന് കൊടുക്കണം. ഇനി ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഈ എമൗണ്ട് സമീന്ദാർ പേ ചെയ്യുന്നില്ലെങ്കിലോ ഗവൺമെൻറ് ഈ സമീന്ദാരിൽ നിന്നും ഈ പ്രോപ്പർട്ടി എടുത്ത് വേറെ സമീന്ദാറിന് കൊടുക്കും. Okay, so Zamindar was the owner of the entire land where he had the jurisdiction to collect tax. While the Zamindar become the owner of the land, the actual farmers become tenants. So അവർ ജസ്റ്റ് കുടികുടപ്പുകാർ മാത്രമായി. അവരവിടെ താമസിച്ചോണം, അവരവിടെ കൃഷി ചെയ്തോണം, കറക്റ്റായിട്ട് സമീന്ദാറിന് കൊണ്ടുപോയി കൊടുത്തോണം അവരുടെ പ്രൊഡ്യൂസ് എല്ലാം. Farmers were to pay up to 60% of the yield as the tax. So ഫാമേഴ്സിന് എത്രത്തോളം കിട്ടുന്നു അതിൻ്റെ ഏകദേശം 60% ടാക്സ് ആയിട്ട് സമീന്ദാറിന് കൊടുക്കും. Tax was to be paid even at the time of poor yield. നല്ല ഫലം കിട്ടിയില്ലെങ്കിൽ പോലും, ഇപ്പോൾ നമുക്കറിയാം ചില സമയത്ത് ഫ്ലഡ്, ചില സമയത്ത് ഡ്രൗട്ട് കാരണമൊക്കെ അവരുടെ വിളകളെല്ലാം നശിച്ചു പോകും. ഈവൻ ദാറ്റ് ടൈം ആൾസോ ദ ഫാമേഴ്സ് വെയർ കമ്പൾഡ് ടു പേ ദ ഡിസൈഡഡ് ടാക്സ്. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദി സിസ്റ്റം ടാക്സ് കുഡ് ബി പെയ്ഡ് ഇൻ കൈൻഡ്.
സോ ഈ ടാക്സ് സമീന്ദാരി ഈ സിസ്റ്റം ഓർ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം വരുന്നതിന് മുമ്പ് ഫാമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റായിട്ട്, ഫോർ എക്സാമ്പിൾ അവർ നെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നെല്ല് അവർക്ക് കൊണ്ട് കൊടുക്കാം. പക്ഷേ സമീന്ദാരി സിസ്റ്റത്തിൽ എല്ലാ മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് ആക്കി മാറ്റി. ലോർഡ് കോൺവാലിസ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ഇൻട്രൊഡ്യൂസ്ഡ് ദി സിസ്റ്റം. സോ കോൺവാലിസ് കോഡ് കൊണ്ടുവന്നായിരുന്നു 1790-93 സോ ഈ സമയത്ത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കോൺവാലിസ് കൊണ്ടുവന്ന വേറൊരെണ്ണമാണ് ഈ സമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ലോർഡ് കോൺവാലിസ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ഇൻട്രൊഡ്യൂസ്ഡ് ദി സിസ്റ്റം. ഇൻ ദി റയത്ത്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സൗത്ത് ഇന്ത്യ. ഈ റയത്ത്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ആളാണ്. The Rayatwari system introduced in the South India, the land revenue was collected directly from the farmers. Though ownership of the land was vested with the farmers, excessive tax impoverished them. So ഇവിടെയും ഫാമേഴ്സ് ഡയറക്റ്റായി പേ ചെയ്യുന്നെങ്കിൽ പോലും എക്സസീവ്, വളരെ ടൂ മച്ച് ടാക്സ് ആയിരുന്നു ഗവൺമെൻറ് ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഫർദർമോർ ദ ടാക്സ് റേറ്റ്സ് വെയർ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ്ഡ്. സോ എപ്പോൾ ഒക്കെ തോന്നുമ്പോഴെല്ലാം ഈ റയത്ത്വാരി സിസ്റ്റത്തിൽ ഗവൺമെൻറ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. സോ റയത്ത്വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിലാണ്, മെയിൻലി മദ്രാസ് പ്രസിഡൻസിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേണൽ മുൺട്രോ ആണ് ആക്ച്വലി ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ളത്, ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് ആണ്. കേണൽ മുൺട്രോ ആണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി മഹൽവാരി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാക്സ്. The tax rate was excessive in distance to the entire village mahal were considered to a single unit of tax collection. So village centric ആയിട്ടുള്ള ടാക്സ് കളക്ഷൻ ആണ് മഹൽവാരി സിസ്റ്റം. ഫാമേഴ്സ്, ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ് കളക്ഷൻ ആണ് റയത്ത്വാരി സിസ്റ്റം. ദെൻ സമീന്ദാർ ഓണറും സമീന്ദാർ റയറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കുടികുടപ്പുകാരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് സമീന്ദാരി സിസ്റ്റം. സോ ഏത് സിസ്റ്റം എടുത്താലും ഫാമേഴ്സ് ആക്ച്വലി കഷ്ടപ്പാട് തന്നെ ആയിരുന്നു, അവർക്ക് വളരെ വലിയ എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യാനായിരുന്നു. പ്രിപ്പയർ എ ഡയഗ്രാം ദാറ്റ് ഡെപിക്ട്സ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റയത്ത്വാരി, മഹൽവാരി, ലാൻഡ് റവന്യൂ. സോ അതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, എക്സാമിന് ചോദിക്കാം അത്. സോ ദ ലാൻഡ് റവന്യൂ പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. When they were unable to pay the tax in the form of money before the deadline, they had to take loan from money lenders at very high interest rate. സോ പല സമയത്തും ഇപ്പോൾ പുവർ ഈൽഡൊക്കെ വരുമ്പോൾ ഈ ഫാമേഴ്സിന് കറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ പറ്റത്തില്ല. സോ അവരെന്തോ ചെയ്യും, നേരെ മണി ലെൻഡേഴ്സിൻ്റെ അരികിൽ ചെന്ന് നല്ല വലിയ പലിശയ്ക്ക് പൈസ എടുക്കും. അത് കൊണ്ടുവന്ന് ഈ ഗവൺമെൻറ്റിനോ മഹലിനോ അല്ലെങ്കിൽ സമീന്ദാറിനോ ഒക്കെ കൊണ്ടു കൊടുക്കും. സോ ഫാമേഴ്സിന് കഷ്ടപ്പാടാണ്. The loans were obtained by mortgaging their agricultural land of the farmers who could not pay back the loan with interest will be seized by the money lenders. How did the British land revenue system policy make the peasantry fall easy prey for the exploitation of money lenders? Explain. So ഇതിനകത്ത് എന്തൊക്കെ ഫാക്ടറാണ് നിങ്ങൾ എഴുതേണ്ടത്? ഒന്നെന്ന് പറയുന്നത് ബ്രിട്ടീഷ് പുതിയ സിസ്റ്റം ഓഫ് ലാൻഡ് റവന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരത് ക്യാഷ് പേയ്മെൻറ്റിനാണ് അവർ കൂടുതൽ പരിഗണന കൊടുത്തത് റാദർ ദാൻ കൈൻഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പുവർ ഈൽഡ് ആണെങ്കിൽ പോലും ഈ ടാക്സിന് വ്യത്യാസമൊന്നുമില്ല. പുവർ ഈൽഡ് ആണെങ്കിലും ഗുഡ് ഈൽഡ് ആണെങ്കിലും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ആൾക്ക് ദ ഫാമേഴ്സ് നീഡ്സ് ടു പേ ദാറ്റ് ഡിസൈഡഡ് ടാക്സ്. സോ അങ്ങനെയുള്ള കേസിൽ അവരെന്തോ ചെയ്യും, ദേ ഹാഡ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ മണി ലെൻഡേഴ്സ് ഫോർ ദാറ്റ്. മണി ലെൻഡേഴ്സ് വളരെ വലിയ ടാക്സ് ചാർജ് ചെയ്താണ് അതെടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇങ്ങനെ ലോക്കൽ കണ്ടീഷനിൽ, അതായത് ഗ്രൗണ്ട് ലെവലിൽ എന്താ കണ്ടീഷൻ എന്നറിയാതെ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത് കൊണ്ട് ഫാമേഴ്സിന് എല്ലാം നഷ്ടപ്പെട്ട് ഓൾമോസ്റ്റ് സ്ലേവറി പോലെ ഇവിടെ കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ട്രഡീഷണലി ദ പെസൻസ് ഇൻ ഇന്ത്യ വെയർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ മെയിൻലി ടു പ്രൊഡ്യൂസ് തിങ്സ് ഓൺലി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദെയർ ഫാമിലി ആൻഡ് ദ വില്ലേജ്. സോ ഇങ്ങനെയായിരുന്നു ആക്ച്വലി ആദ്യമൊക്കെ നമ്മളുടെ ട്രഡീഷണൽ ഫാമേഴ്സ് ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി, അല്ലാതെ ഒരുപാട് റിച്ച് ആവാനോ ബിസിനസ്സിന് വേണ്ടിയൊന്നും അല്ല ആക്ച്വലി അവർ അഗ്രികൾച്ചർ ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ദേ വെയർ കമ്പൾഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നീഡ്സ്. സോ ബ്രിട്ടീഷുകാർ എന്തോ ചെയ്തു, മാർക്കറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് ഏത് ക്രോപ്പാണോ വേണ്ടത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരെ കമ്പൽ ചെയ്തു. ആസ് എ റിസൾട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വെയർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്.
This transformation is termed as commercialization of agriculture. So, ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതണം. ഇൻ earlier time, Indian farmers were doing agriculture of subsistence nature. ഇങ്ങനെയുള്ള ഫാമിങ്ങിനെയാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സബ്സിസ്റ്റൻസ് നേച്ചർ, ദാറ്റ് മീൻസ് ദ പ്രൊഡക്ഷൻ ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ഫാമിലി ആൻഡ് ദ വില്ലേജ്. ബട്ട് വെൻ ദ ബ്രിട്ടീഷ് colonized India, they altered the farming practice on the basis of the market demand. Okay, so market demand അനുസരിച്ച് അവരുടെ കൾട്ടിവേഷൻ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യിച്ചു. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് മെനി കേസസ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് സ്റ്റാർട്ട് ഗ്രോയിങ്. ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റബ്ബർ ക്രോപ്പ് ഏറ്റവും കൂടുതൽ ലാൻഡ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? റബ്ബർ എന്ന് പറയുന്നത് നമ്മൾ തിന്നാൻ പറ്റുമോ? റബ്ബറിൻ്റെ പാല്, ലാറ്റക്സ് നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. ഇതൊരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? We have seen that farmers had to pay high rate of tax in the form of cash before deadline. To meet this, they cultivated the crops that had a higher market price. The products that had demand in the European markets were given higher price. Thus, the Indian lands became cultivating field of Europe. So, European market in എന്ത് വേണോ അത് കൾട്ടിവേറ്റ് ചെയ്യാൻ ആക്ച്വലി അറ്റ് ദ എൻഡ് നിർബന്ധിതരായി നമ്മുടെ ഫാമേഴ്സ്. From the table below, identify the major crops that were widely cultivated in that period. Indigo, cotton, sugarcane, tea, jute, wheat. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിഗോ കൾട്ടിവേഷൻ, ഇൻഡിഗോ എന്ന് പറയുന്നത് നമ്മുടെ ഉജാല പോലുള്ള ഒരു ഡൈ ആണ്, അതായത് കളറിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഡിഗോ. ഇൻഡിഗോ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു ബംഗാളിലും ബീഹാറിലും ഒക്കെ. കോട്ടൺ കൾട്ടിവേഷൻ മഹാരാഷ്ട്ര റീജിയൻ, പഞ്ചാബ് റീജിയൻ. ഷുഗർ കെയിൻ യു പി, ഉത്തർപ്രദേശ്. ടീ ആസാം, കേരള. ജൂട്ട് ബംഗാൾ റീജിയൻ. വീറ്റ് പഞ്ചാബ് റീജിയൻ. സോ ഈ ക്രോപ്സും അതിൻ്റെ റീജിയനും ഓർത്ത് വെച്ചിരിക്കുക. കണ്ടക്ട് എ ഡിസ്കഷൻ ഓൺ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. സോ ഇൻഡിഗോ എന്ന് പറയുന്ന ക്രോപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു. അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലാന്റേഴ്സും ഫാമേഴ്സും തമ്മിലുണ്ടായ ചില സമരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെയാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇൻഡിഗോ റിവോൾട്ട് 2 times ഉണ്ട് ആക്ച്വലി. ഒന്ന് ഈ 1850s, ഒന്ന് ഡ്യൂറിങ് ഗാന്ധിജിയുടെ ടൈം വരുമ്പോൾ ആ സമയത്തും ഈ ഇൻഡിഗോ ആയിട്ട് ബന്ധപ്പെട്ട് വേറൊരു റിവോൾട്ടുണ്ട്. ഓക്കെ, ചമ്പാരൻ ക്രൈസിസ് എന്ന് അതിനെ പറയുന്നത്. സോ ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ്, കളറിങ് എന്ന ഡൈയിങ്. So it was used for dyeing, for no artificial color were used then. So artificial colors ഒന്നും ഇല്ലായിരുന്നു. നാച്ചുറൽ ഡൈ ആയിട്ട് ഇൻഡിഗോ ആണ് ഉപയോഗിച്ചിരുന്നത്. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ 18th century in England, textile industry gathered much momentum and the demand for indigo further increased. So ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ ഒരുപാട് ഗ്രോത്ത് ആവാൻ തുടങ്ങി നമ്മളുടെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം. അന്നേരം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ കളറിങ്ങും ഇൻഡസ്ട്രിയും ഗ്രോ ആവും, അതായത് ഇൻഡിഗോയുടെ ഡിമാൻഡ് ഒരുപാട് കൂടി. ഇറ്റ് വാസ് നെസസറി ഫോർ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസ്ഡ് ടു ഗെറ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻ സ്പ്രെഡ് മോർ റീജിയൻസ് ഇൻ ഇന്ത്യ. കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് റീജിയനിൽ അവർക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു. ദേ ഗേവ് ദ ഫാമേഴ്സ് എ ഗുഡ് എമൗണ്ട് ആസ് അഡ്വാൻസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. സോ അഡ്വാൻസും ഇപ്പോഴത്തെ നമ്മുടെ കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറയുന്ന കണക്ക് അഡ്വാൻസ് വരെ കൊടുക്കുമായിരുന്നു കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. The farmers succumbed to the temptation of the company owners and widely planted indigo as they were in trouble with no other means to pay the heavy land tax. So heavy land tax പേ ചെയ്യുന്നതിന് ഈ ഫാമേഴ്സിന് എപ്പോഴും എന്തോ വേണം? ഇൻകം വേണം. സോ ഇൻഡിഗോ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റവന്യൂ അവർക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരെന്തോ ചെയ്തു, കൂടുതൽ ഏരിയ അത് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഗവൺമെൻറ്റിന് പേ ചെയ്ത ശേഷം ഇത്രയെങ്കിലും പൈസ ലാഭിക്കും. So each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of the land. So അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ്, നിങ്ങളുടെ ലാൻഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. The farmers were also compelled to cultivate in at the most fertile part of the agricultural land. So the land used for the cultivation of food grains was to be reserved for the indigo plantation. സോ നേരത്തെ അവർ നമ്മളുടെ നെല്ല്, ഗോതമ്പ് പോലുള്ള ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം എല്ലാം ഫാമേഴ്സ് ഇപ്പോൾ
ഇൻഡിഗോ പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വന്നു, കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയൊക്കെ. അന്നേരം എന്തോ പറ്റും, ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയും, കാശ് കൊടുത്തവർക്ക് ഫുഡ് ക്രോപ്സ് മേടിച്ച് കഴിക്കേണ്ടി വരും, ഫുഡ് ക്രോപ്സിൻ്റെ വിലയും കൂടും. So due to the interference of the British agents in the harvesting season, the farmers received only a lower price for the indigo. So cultivate ചെയ്യാൻ നേരം ഇവർ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് എത്ര രൂപ തരാമെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയത്ത് എന്തോ പറ്റും, ഇവർ മാർക്കറ്റിൽ മാനിപ്പുലേഷനൊക്കെ നടത്തി പ്രൊഡക്റ്റിൻ്റെ വില ഇപ്പോൾ കുറഞ്ഞു, അതുകൊണ്ട് ഫാമേഴ്സിന് ലെസ് പ്രൈസേ കിട്ടൂ എന്ന് പറയും. So later when artificial colors was invented, indigo became obsolete. സോ അതിനുശേഷം ആർട്ടിഫിഷ്യൽ കളറിങ് ഡൈയിങ് ഏജൻസ് ഒക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇൻഡിഗോയുടെ ഡിമാൻഡ് ഒരുപാട് കുറഞ്ഞു. ദിസ് മെയ്ഡ് ദ പ്ലൈറ്റ് ഓഫ് ദ ഫാമേഴ്സ് മോർ മിസറബിൾ ഫോർ ദേ ഹാഡ് യൂസ്ഡ് മച്ച് ഓഫ് ദെയർ ലാൻഡ് ഫോർ ഇൻഡിഗോ കൾട്ടിവേഷൻ. സോ ഇപ്പോൾ അവരുടെ ലാൻഡിലും മിക്ക ഏരിയയിലും ഇൻഡിഗോ ആണുള്ളത്, പക്ഷേ ഇൻഡിഗോയ്ക്ക് ഇപ്പോൾ വിലയില്ലാതാണ്. ഈസ് ദാറ്റ് ഓക്കെ? In 1859, the farmers of the Bengal actually organized themselves and declared that they were giving up indigo cultivation. So, ഇനി അവർ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല അവർ തീരുമാനിച്ചു. എന്നിട്ട് എന്തായാലും അവർ ഇൻഡിഗോയുടെ ഫാക്ടറീസ് എല്ലാം അറ്റാക്ക് ചെയ്തു. പിന്നെ സെവറൽ വുമൻസ് ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ് മൂവ്മെൻറ്റ്. ദ റയോട്ടേഴ്സ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ദ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ് ആൻഡ് ദോസ് ഹൂ വർക്ക്ഡ് ഫോർ ദ ബ്രിട്ടീഷിന് വേണ്ടി വർക്ക് ചെയ്തവരെ, ബ്രിട്ടീഷിൻ്റെ സപ്പോർട്ടേഴ്സിനെല്ലാം അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി. Hearing the news, several educated people from the Calcutta reached the revolt areas and extended their support. So educational intelligentsia also actually participated in this. The revolt had a strong effect on the government. The government immediately appointed a commission to study the problem of indigo farmers. The commission found that the indigo farming was uneconomic and proposed to stop it. So ഇതാണ് ഈ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. സോ ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു, ഫസ്റ്റ് യു ഹാവ് ടു സേ വാട്ട് ഈസ് ദിസ് ഇൻഡിഗോ റിവോൾട്ട് റിലേറ്റഡ് ഇൻസിഡൻറ്റ്. സോ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഫാമേഴ്സ് റെഡിയായി, കോൺട്രാക്ച്വൽ ഫാമിങ്, ലെസ് റവന്യൂ അറ്റ് ദ ടൈം ഓഫ് ഹാർവെസ്റ്റിങ്. ഓക്കെ, സോ അങ്ങനെ പോകുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് ഈ ഒരു റിക്വയർമെൻറ്റ് വന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ജർമ്മനി ആർട്ടിഫിഷ്യൽ ഡൈ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഈ നാച്ചുറൽ ഡൈയുടെ ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ, ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഫാമേഴ്സിനെ ഈ പ്ലാന്റേഴ്സ് ആക്ച്വലി ഫ്രീ ചെയ്തില്ല ഈ ഇൻഡിഗോ കൾട്ടിവേഷനിൽ നിന്ന്. സിക്സ്ത് എന്ന് പറയുന്നത് ഫാമേഴ്സ് അവർ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ദേ സ്റ്റാർട്ടഡ് ആക്ച്വലി പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദാറ്റ്. സോ ഈ ഇൻഡിഗോ ഫാക്ടറീസിനെല്ലാം അവർ അറ്റാക്ക് ചെയ്തു, അവരുടെ ഇൻഡിഗോ കൾട്ടിവേഷൻ നിർത്താൻ തീരുമാനിച്ചു. സോ സെവൻത് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈ അഗ്രേറിയൻ ക്രൈസിസിൽ ഇൻവോൾവ് ചെയ്തൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. കമ്മീഷൻ ഫൈൻഡ് ചെയ്തു ഇൻഡിഗോ വെറുതെയാണ് ഇനി കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഫാമേഴ്സിന് ആർക്കൊക്കെ ഇൻഡിഗോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം കൊടുത്തു. സോ അനലൈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഇൻഡിഗോ റിവോൾട്ട്. ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് ആൾറെഡി. പെസൻസ് റിവോൾട്ട് ഇൻ കേരള. നൗ കേരളത്തിലെ കർഷകരുടെ സമരത്തെക്കുറിച്ചാണ് പറയുന്ന പെസൻസ് റിവോൾട്ട്. British Malabar witnessed many peasant struggles. Malabar region. It was the exploitation and the suppression of the landlords and the British that led to the revolt in Malabar. So മലബാറിൽ നടന്ന റിവോൾട്ടുകൾക്ക് കാരണം എന്തൊക്കെയാണ്? ഒന്ന് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ദി ബ്രിട്ടീഷിൻ്റെയും ലാൻഡ് ലോൺസിൻ്റെയും സപ്രഷനും പിന്നെ എക്സസീവ് ലാൻഡ് റവന്യൂ. ദ ബ്രിട്ടീഷ് ത്രെട്ടൻഡ് ദ ജന്മീസ്. ലാൻഡ് ലോഡിന് നമ്മൾ പറയുന്നത് ജന്മീസ് എന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജമീന്ദാർ എന്ന് കേൾക്കും. ഓക്കെ, സോ ബ്രിട്ടീഷ് ത്രെട്ടൻഡ് ദ ജന്മീസ് ആസ് the British treated the Janmis as the owners of the land. So ഇവിടെ ജമീന്ദാരി സിസ്റ്റം പോലെ തന്നെ ജന്മി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തു. ആ ജന്മീസിനെ ലാൻഡിൻ്റെ ഓണറായിട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു. ദ റിവോൾട്ട് വാസ് അഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദിസ് ജന്മീസ് ഇൻക്ലൂഡിങ് ദ എവിക്ഷൻ ഓഫ് ടെനൻസ്. സോ കുടികിടപ്പുകാരെ ഈ ജന്മീസ് പുറത്താക്കാൻ തുടങ്ങി. അവർക്കെതിരെയും ആക്ച്വലി റിവോൾട്ടുകൾ ഉണ്ടായിരുന്നു. സച്ച് അട്രോസിറ്റീസ് വെയർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. സോ അങ്ങനെയുള്ള അട്രോസിറ്റീസ് ഒക്കെ ക്യാരിഡ് ഔട്ട് ചെയ്തത് സപ്പോർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് കൊണ്ടാണ്.
ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പെസൻറ്റ് റിവോൾട്ട് ഇൻ കേരളയാണ്. സോ ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസൻറ്റ് സ്ട്രഗിൾ. മലബാർ റീജിയൻ ഒരുപാട് പെസൻറ്റ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട് ഇൻ ദ മലബാർ. സോ ലാൻഡ് ലോഡ്സിൻ്റെയും ബ്രിട്ടീഷുകാരുടെയൊക്കെ സപ്രഷനാണ് ആക്ച്വലി ഈ ഒരു മൂവ്മെൻറ്റിന് പ്രധാനമായിട്ടും കാരണമായത് മലബാർ റീജിയനിൽ. സോ ഇവിടെ ലാൻഡ് ലോഡ്സിനെ ആക്ച്വലി ബ്രിട്ടീഷ് പറയുന്നത് ജന്മീസ് എന്നാണ്. സോ ദീസ് ജന്മീസ് വെയർ ട്രീറ്റഡ് ആസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്. സോ ഫാർമേഴ്സ് ആരാണ്? ഫാർമേഴ്സ് ജസ്റ്റ് ടെനൻസ് മാത്രമാണ്. ടെനൻസ് എന്ന് വെച്ചാൽ കുടികിടപ്പുകാർ, വാടക കൊടുത്ത് കഴിയുന്നവർ. സോ ദ റിവോൾട്ട് വാസ് അഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൾസോ, ഇൻക്ലൂഡിങ് ദെയർ എവിക്ഷൻ ഫ്രം ദ എവിക്ഷൻ ഓഫ് ദ ടെനൻസ്. ടെനൻസിനെ ഈ അവരുടെ ഏരിയയിൽ നിന്നൊക്കെ പുറത്താക്കുന്നതിനെതിരെയൊക്കെ റിവോൾട്ടിൻ്റെ ഒരു പാർട്ടായിരുന്നു. സോ സച്ച് അട്രോസിറ്റീസ് വെയർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി ബ്രിട്ടീഷ്. സോ ബ്രിട്ടീഷിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ജന്മീസ് ഇങ്ങനെയുള്ള അട്രോസിറ്റീസ്, ക്രൂരതകൾ ആക്ച്വലി ഈ ടെനൻസിന് എതിരെ എടുത്തിരുന്നത്. Farmers of South Malabar were tenants who cultivated the land obtained on lease from the landlord. Most of these tenants were Mappilas. Muslims in Malabar are known as Mappilas. So, this struggle that happened in the 19th century are known as Mappila rebellion. So, ഇവിടെ എന്തോ റിവോൾട്ട് നടന്നതെന്നാണ് പറയുന്നത്. അതായത് ടെനൻസ് അവരുടെ ലാൻഡ് ലോഡ്സിനെതിരെ ഓർ ജന്മീസിനെതിരെ മൂവ്മെൻറ്റ് നടത്തി. ജന്മീസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഗ്രൂപ്പാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. സോ ടെനൻസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ജന്മീസിനും ബ്രിട്ടീഷിനും അഗെയിൻസ്റ്റ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസ് ഈ മലബാർ റീജിയൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജന്മി എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പുകളും ഫാമേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം റിലീജിയസ് ഗ്രൂപ്പുകളും ആയിരുന്നു. സോ ഈ മുസ്ലിംസിനെ അവിടെ പറഞ്ഞിരുന്നത് മാപ്പിള എന്നാണ്. സോ ഈ റിവോൾട്ട്, ഈ അഗ്രേറിയൻ റിവോൾട്ടിനെ മാപ്പിള റിബല്യൺ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാര്യം മുസ്ലിംസ് ആയിരുന്നു ഈ പെസൻസ് എന്ന് പറയുന്നത്, മുസ്ലിംസ് ആണ് ഈ ടെനൻസ് എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? അറൗണ്ട് 22 peasant revolt took place in Malabar. To suppress these revolt, the British raised a special armed police battalion that is named Malabar Special Police. സോ ഇങ്ങനെ സക്സസീവായിട്ട് ഇങ്ങനെ റിബല്യൺ നടക്കുന്നത് കാരണം ഒരു ബ്രിട്ടീഷുകാർ ഒരു പുതിയ പോലീസ്, ഒരു സ്പെഷ്യലൈസ്ഡ് പോലീസ് വിങ് തന്നെ ഉണ്ടാക്കി, മലബാർ സ്പെഷ്യൽ പോലീസ്. To inquire about the frequent revolt, the British government also appointed a commission that is known as Logan Commission, William Logan Commission. The commission pointed out that the causes of the struggle was unfair land revenue system of the British. So കമ്മീഷൻ്റെ ഫൈൻഡിങ്ങിൽ അത് പറഞ്ഞു, ഈ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിലുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം, അതർവൈസ് ദി പ്രോബ്ലം വിൽ കണ്ടിന്യൂ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാപ്പിള റിബല്യൺ ഓഫ് 19th century ആണ്. കീപ്പ് ഇൻ മൈൻഡ്, ഇത് 20th centuryയിലുള്ള മാപ്പിള റിബല്യനെ കുറിച്ചല്ല പറഞ്ഞത്. 20th century എന്ന് വെച്ചാൽ 1920കളുടെ തുടക്കത്തിൽ ആക്ച്വലി ഒരു മാപ്പിള റിവോൾട്ട് ഉണ്ടായിരുന്നു നമുക്ക്, എസ് ഓർ നോ? അതിനെക്കുറിച്ചല്ല ഈ പാരഗ്രാഫിൽ പറയുന്നത്, ഇത് 19th centuryയെ കുറിച്ചാണ്. നൗ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾ. സോ കാടിനകത്തുള്ള ചില മൂവ്മെൻറ്റിനെ കുറിച്ച്, ഓർ നമ്മളുടെ കാട്ടുവാസികൾ, ഓർ നമ്മളുടെ ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക് നടന്ന അവരുടെ പ്രസൻസ് കൊണ്ട് നടന്ന ചില റിവോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദ സന്താൽ ഈസ് എ ട്രൈബ് ഇൻഹാബിറ്റിംഗ് ദ വാലി ഓഫ് രാജ്മഹൽ ഹിൽസ്. സോ രാജ്മഹൽ ഹിൽസിൻ്റെ ഏരിയയിൽ താമസിച്ചിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് സന്താൽ എന്ന് പറയുന്നത്. ദിസ് രാജ്മഹൽ ഹിൽസ് സ്ട്രെച്ചിങ് അക്രോസ് ദ പ്രസൻറ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ ഏരിയ. They lived closely with the nature and earned a living by farming and collecting the forest produce. They were sturdy and hardworking and had their own unique culture. So എല്ലാ ട്രൈബൽസിനെ പോലെ ഈ സന്താൽ ട്രൈബ്സിന് അവരുടേതായ ഒരു യുണീക്ക് കൾച്ചർ ഉണ്ടായിരുന്നു. The rhythm of their life was disturbed with the establishment of British rule. Zamindars and the money lenders captured their land. The British officers made them work as slaves laying railway lines. So പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ സ്ലേവ്സ് ആയിട്ട് റെയിൽവേ ലൈൻസിൻ്റെ ഒക്കെ ജോലിക്കൊക്കെ ഈ ട്രൈബ്സിനെ യൂസ് ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ. When their life became unbearable, they decided to take up arms against the British under the leadership of Sido and Kanhu. സിഡോ കൻഹു എന്ന് പറയുന്ന ലീഡേഴ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പ്രസൻസിൽ സോ ദി സന്താൽസ് ബ്രിട്ടീഷിനെതിരെ റിവോൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ദ രാജ്മഹൽ ഹിൽസ് ബിക്കെയിം ദ ബാറ്റിൽ ഫീൽഡ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദ ബ്രിട്ടീഷ് വെയർ ഷോക്ഡ് അറ്റ് ദെയർ ഫൈറ്റിംഗ് സ്പിരിറ്റ്, ബട്ട് ദ സന്താൽസ് കുഡ് നോട്ട് കീപ്
in going for long. So thousands of Santals were killed in this struggle. Okay, so ഇത് നമ്മളുടെ രാജ്മഹൽ ഹിൽസിലെ ഒരു ട്രൈബലിൻ്റെ ഗ്രൂപ്പിൽ നടന്ന ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചായി പറയുന്നത്. The above description is about the resistance of the Santhal against the British in 1855. So remember that period. The tribes became the victims of the British rule. Gathering forest to produce, cattle rearing, shifting cultivation and hunting were their major means of livelihood. So ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ, അതായത് തേനാകാം, ഫോറസ്റ്റിൽ നിന്നുള്ള മെഡിസിൻസ് ആകാം, ഫോറസ്റ്റിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ആകാം, വിറകായിരിക്കാം. സോ ഇതൊക്കെ ഗാദർ ചെയ്യുക, ഫോറസ്റ്റിൻ്റെ പ്രൊഡ്യൂസ് ഗാദർ ചെയ്യുക. കാറ്റിൽ റിയറിങ്, അതായത് നമ്മളുടെ പശു കാലി വളർത്തൽ, അതൊന്നും മെയിൻലി ഫോറസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാര്യം പുല്ലിന് വേണ്ടിയൊക്കെ അവർ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ അതൊരു ആക്ച്വലി ഇറ്റ്സ് ബാഡ് ഫോർ ദി എൻവയോൺമെൻറ്റ്, ബട്ട് സ്റ്റിൽ അവരുടെ കൾച്ചറിൻ്റെ പാർട്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ അവർ ക്ലിയർ ചെയ്യും, അവിടെ കൾട്ടിവേറ്റ് ചെയ്യും ഒരു 4-5 വർഷത്തോളം. ഇതിൻ്റെ ഫെർട്ടിലിറ്റി തീരുമ്പോൾ ഇവരെന്തോ ചെയ്യും, ഇവിടുന്ന് അടുത്ത ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പോകും. ഇത് അതുപോലെ അങ്ങ് വിട്ടിട്ട് പോകും. സോ ഇങ്ങനെ പോകും. ഓക്കെ, സോ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ് വെയർ ദെയർ മേജർ livelihood. The Forest Act imposed by the British made their life miserable. Actually അവരുടെ ലിവിങ് രീതിക്ക് ആക്ച്വലി ഒരുപാട് കർട്ടൈൽമെൻറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നു. They were prohibited to enter the forest when the British declared forest as protected. The forests that were abundant with the trees required by the British were declared as protected forest. The British widely felled trees from the forest to lay railway lines and build ships and for plantation. So ship building-നും പ്ലാന്റേഷൻസിനും റെയിൽവേ ലൈൻസ് കൺസ്ട്രക്ഷനെ കൊണ്ട് ഒരുപാട് ഡീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് റിമൂവൽ നടത്തി ബ്രിട്ടീഷുകാരും. ഓഫ് കോഴ്സ് സന്താൽസിന് ഫോറസ്റ്റ് വേണം, എന്നാലേ അവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൂടാതെ ബ്രിട്ടീഷ് ലെവീഡ് ടാക്സ് അറ്റ് വെരി ഹയർ റേറ്റ്സ് ഓൺ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്റ്റഡ് ബൈ ദ ട്രൈബ്. സോ ട്രൈബ്സ് ഈ തേനും കാര്യങ്ങളൊക്കെ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരത്തില്ലേ, അതിനും ടാക്സ് കൊടുക്കണം. So these situation led the tribes to fight against the British. How did the British rule make the tribal life miserable? So എങ്ങനെ അവരുടെ ലൈഫിനെ മിസറബിൾ ആക്കിയത്? ഒരൊറ്റ സെൻറ്റൻസിൽ പറയണമെങ്കിൽ the way of life, the culture of the Santhal tribe got disturbed by the British presence. അതെങ്ങനെയൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് അവരുടെ മേലുള്ള ടാക്സ്, ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് ഇപ്പോൾ ടാക്സ് കൊടുക്കണം. 2, പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റൈറ്റും ഇല്ല, അവിടെ എൻ്റർ ചെയ്യാനേ പറ്റത്തില്ല സന്താൽസിന്. 3, എന്ത് പറയുന്നത്, അവരുടെ കൾട്ടിവേഷൻ പ്രാക്ടീസിനെ എല്ലാം ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞോ ഗവൺമെൻറ് വൈൽഡ് സ്കെയിലായിട്ടുള്ള ഡീഫോറസ്റ്റേഷൻ ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഓൺ പർപ്പസിന് വേണ്ടി. ഓക്കെ, അതാണ് സന്താൽ റിബല്യൺ ഓഫ് 1855. നെക്സ്റ്റ് വൺ ഈസ് കുറിച്യ റിവോൾട്ട്. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് മക്കപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ട, ഒരു റഫ് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എക്സാമിൽ. കുറിച്യ അനദർ ട്രൈബൽ സെക്ഷൻസ് ആണ് കുറിച്യ. ഇത് കേരളത്തിലുള്ളതാണ്, കുറിച്യരും കുറുമ്പരും. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യ ആൻഡ് ദ കുറുമ്പ ട്രൈബ് ഇൻ വയനാട് ഇൻ 1812. സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ റിവോൾട്ട്? സിമിലർ റീസൺസ് ആയിരിക്കും. ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്, കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷായിട്ട് തന്നെ പേ ചെയ്യണം, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടൊന്നും കൊടുത്താൽ പോരാ, എക്സസീവ് ടാക്സ് അവരുടെ പേരിൽ ഇമ്പോസ് ചെയ്തു. ദെൻ സീസിങ് ഓഫ് ദെയർ അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. സോ ടാക്സ് റിലേറ്റഡ് ഇഷ്യൂ ആയിരുന്നു ആക്ച്വലി നമ്മളുടെ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ളൊരു കാര്യം. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ കുറിച്യൻ ലീഡർ രമാനമ്പി. സോ രമാനമ്പിയാണ് കുറിച്യരുടെ റിവോൾട്ടിനെ ലീഡ് ചെയ്ത ലീഡർ. സെവറൽ പീപ്പിൾ അതർ ദാൻ ദ ട്രൈബ്സ് ആൾസോ ജോയിൻഡ് ഇൻ ദ സ്ട്രഗിൾ. The British government suppressed the struggle and killed Ramanambi. T.H. Baber എന്ന് പറയുന്ന തലശ്ശേരിയിൽ അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന T.H. Baber, then sub collector of Talasheri, he recorded, if the rioters could resist one more month, they could control the entire state. So ഒരു മാസം കൂടെ ഈ റയോട്ടേഴ്സിന് കുറിച്യരും കുറുമ്പരും അവരുടെ മൂവ്മെൻറ്റ്, അവരുടെ റിവോൾട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കേരളം മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫോഴ്സ്ഫുൾ ആയിരുന്നു, അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു അവരുടെ റിവോൾട്ട് എന്നാണ് പറയുന്നത്. ബിസൈഡ്സ് ദ സന്താൽ ആൻഡ് ദ കുറിച്യ റിവോൾട്ട്, സെവറൽ അതർ ട്രൈബ് ആൾസോ ഇൻസർജൻസീസ് ബ്രോക്ക് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഇൻ ഇന്ത്യ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ അതിന് എക്സാമ്പിളാണ്. പഹാരിയ റിബല്യൻ, കോൾ റിബല്യൻ, ഖാസി റിബല്യൻ, ഭിൽ റിബല്യൻ, മുണ്ട റിബല്യൻ, ഇതെല്ലാം ഓരോ ട്രൈബൽ റീജിയനിൽ
ട്രൈബൽ റീജിയനുള്ള ഓരോ ഏരിയാസിൽ ഓരോ ട്രൈബൽ റീജിയനിലുള്ള ട്രൈബ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. So listen to the words of K. Suresh Singh, a historian about the tribal struggle. The anti-British struggle of illiterate tribal communities were more aggressive, intense and continuous than any other sect including peasants. പെസൻസിനേക്കാളും എല്ലാം വളരെ അഗ്രസീവായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു നമ്മളുടെ ട്രൈബൽസിൻ്റെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ.